ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്രദമായൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഒന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്താണെന്ന് പറയാൻ പോകുന്നത്, മലയാള പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലേ, എപ്രകാരമുള്ള പഠന രീതിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എത്ര എഴുതിയിട്ടും എത്ര പഠിച്ചിട്ടും എനിക്ക് മലയാളത്തിന് മാർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് വിഷമങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അല്ലേ, നേരിടുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം, അതിനുവേണ്ടി ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഓക്കെ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠഭാഗങ്ങൾ മനസ്സിരുത്തി വായിക്കുക എന്നതാണ്. അതായത് 1 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളും 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾക്കും ശരിയായി ഉത്തരം എഴുതണമെങ്കിൽ എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കണം. ശരിയല്ലേ? പാഠഭാഗത്തിൻ്റെ സംഗ്രഹം, ആശയം എന്നിവ അറിയാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തെറ്റി. എല്ലാ പാഠങ്ങളിലും പ്രധാനപ്പെട്ട ആശയങ്ങളും അതിന് അനുബന്ധിച്ച് വരുന്ന വർണ്ണനാപ്രയോഗങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വ്യംഗ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും, അങ്ങനെ എല്ലാം ഒളിഞ്ഞിരിക്കുന്നതാണ് ഒരു പാഠഭാഗം. അതുമാത്രമല്ല, അവ എഴുതിയ സാഹിത്യകാരന്മാർ, സാഹിത്യ വിഭാഗം, അത് ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്താണ്, അല്ലെങ്കിൽ സമകാലിക പ്രസക്തി എന്താണ്, അങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണെങ്കിലും കവിതയിലെ വരികളോ സംഭാഷണ ശകലങ്ങളോ ചില സന്ദർഭങ്ങളൊക്കെ തന്നിട്ടായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ഏത് പാഠഭാഗത്തിൽ, ഇത് സന്ദർഭം എന്ത്, ആശയം എന്ത് എന്നെല്ലാം പെട്ടെന്ന് ഓർമ്മയിൽ വരണ്ടേ. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്, പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടാവണം അല്ലേ. അല്ലെങ്കിൽ പരീക്ഷാ സമയത്ത് ഉത്തരം ആലോചിച്ചിരുന്ന സമയനഷ്ടം വരും, അത്രയേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, എല്ലാ പാഠഭാഗങ്ങളും വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇനി അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണ്, മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷയാണ് നിങ്ങൾ 9th-ലെയും 7th-ലെയും കുട്ടികൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പാഠഭാഗം പുസ്തകം നിവർത്തി വെച്ച് ഞാൻ പറയുന്നതിനൊപ്പം കേട്ട് മനസ്സിലാക്കി പോവുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഓരോ പാഠഭാഗത്തും പ്രധാന ആശയങ്ങളും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളും പ്രധാന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകളും ഇവയെല്ലാം ഇങ്ങനെയാണ് ആസ്പദമാക്കിയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പാഠഭാഗത്തെയും പ്രധാന ആശയങ്ങളോ സംഭാഷണ ശകലങ്ങളോ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകളോ രചനാരീതിയോ എല്ലാം പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ പരീക്ഷയിൽ മികച്ച രീതിയിൽ അത് എഴുതി പ്രതിഫലിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പാഠഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്താണ്, സമകാലിക പ്രസക്തി എന്താണ്, അല്ലെങ്കിൽ അതിൽ പറയുന്ന പ്രധാന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അങ്ങനെ ആസ്വാദനക്കുറിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് എഴുതണമെങ്കിൽ പാഠഭാഗം മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പോൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ സാധിക്കില്ല. എന്ത് വേണം, ആശയം മനസ്സിലാക്കുക. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. മലയാളത്തിൻ്റെ പാഠഭാഗം ശ്രദ്ധയോടെ വായിച്ച് ആശയം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കുട്ടിക്കും മാതൃഭാഷയാണേ സ്വന്തം വാക്കിൽ ഉത്തരം എഴുതാൻ പറ്റും. നമ്മൾ സംസാരിക്കുന്ന ഭാഷയല്ല, കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ളത് മാത്രം. പിന്നെ ചെയ്യാനുള്ള പ്രധാന കാര്യം, മൂന്നാമത്തെ കാര്യം ഇതാണ്. പാഠഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യം, കഥാപാത്ര നിരൂപണം വരാം. അവസാനത്തെ ഇല എന്ന പാഠഭാഗത്ത് ബർമാനെ കുറിച്ചുള്ളതുണ്ട് അല്ലേ. അതേപോലെ അങ്ങനെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾക്ക് എന്തൊക്കെ കഥാപാത്ര നിരൂപണമാണോ അല്ലെങ്കിൽ ഒരു കവിതയിലെ ആസ്വാദനക്കുറിപ്പാണോ, ഇതൊക്കെ നമുക്ക് വരുമെന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടി നമ്മൾ പഠിക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പരിശീലിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനമായിട്ട് വരുന്ന ചോദ്യഭാഗങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുള്ളത് വളരെ നിസ്തർക്കമായ കാര്യമാണ്. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് 4ാമത്തെ പോയിന്റ് ഇതാണ്. നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ പാഠഭാഗത്തു നിന്ന് ഡയറക്റ്റായി ചോദിക്കുന്ന ചോദ്യങ്ങളെയല്ല. അതായത് ലഘുക്കുറിപ്പുകൾ, അതുപോലെ തന്നെ ആസ്വാദനക്കുറിപ്പ്, പ്രതികരണക്കുറിപ്പ്, അനുഭവക്കുറിപ്പ്, യാത്രാക്കുറിപ്പ്, ഉപന്യാസം, മുഖപ്രസംഗം, ആമുഖപ്രസംഗം, അങ്ങനെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഈ
പ്രതികരണക്കുറിപ്പോ അല്ലെങ്കിൽ മുഖപ്രസംഗമോ അല്ലെങ്കിൽ ആസ്വാദനക്കുറിപ്പോ കഥാപാത്ര നിരൂപണമോ എഴുതാനുള്ള അതിൻ്റെ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് പാഠഭാഗത്തിൻ്റെ ആശയം കൂടി നിങ്ങളത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ തീർച്ചയായിട്ടും മുഴുവൻ മാർക്ക് നേടാൻ ഒട്ടും പ്രയാസമില്ല. ഇനി അവസാനത്തെ പോയിന്റ് ഇതാണ്. നമ്മുടെ മാതൃഭാഷയാണ്, നമ്മുടെ ആത്മാവിൻ്റെ ഭാഷയാണ്, ഹൃദയത്തിൻ്റെ ഭാഷയാണ്, നമ്മുടെ മാതാവിൽ നിന്ന് കിട്ടിയ ഭാഷയാണ് നമ്മുടെ സ്വന്തം ഭാഷ. ആ ഭാഷയെ നമ്മൾ സ്നേഹത്തോടെ പഠിക്കാനായിട്ട് തയ്യാറാവുക. ഇഷ്ടത്തോടെ പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ പറ്റുന്നത് സ്വന്തം ഭാഷയിലുള്ള പരീക്ഷയാണ്. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അതേ ഇഷ്ടത്തോടെ ഭാഷയെ പഠിച്ചെടുക്കാൻ, അത് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ആശയം മനസ്സിലാക്കുക, പാഠഭാഗം വായിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നേടാനുള്ളതും നിങ്ങൾക്ക് പല മീഡിയാസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നതിൻ്റെ ആ ഒരു സീക്രട്ട് എന്താ? പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് അനുസരിച്ച് കത്തോ ഉപന്യാസമോ പ്രഭാഷണമോ ആസ്വാദനക്കുറിപ്പോ എന്ന് വേണ്ട എന്തെഴുതണമെങ്കിലും ആശയം വേണ്ടേ? പാഠഭാഗത്തിൻ്റെ ആശയം മനസ്സിലാക്കണ്ടേ? അതിൽ പ്രധാനമായിട്ടുള്ള വർണ്ണനകളോ പ്രയോഗഭംഗിയോ ബിംബകൽപ്പനകളോ എന്ന് വേണ്ട സകലതും നിങ്ങൾക്ക് അറിയണം. ആരാണ് എഴുതിയത്? ഇതെല്ലാം അറിയണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പാഠഭാഗം കൃത്യമായി വായിക്കുക, പിന്നെ പേടിക്കുകയേ വേണ്ട. അപ്പോൾ എല്ലാവർക്കും എല്ലാ ചോദ്യത്തിനും ഉത്തരം ഭംഗിയായിട്ട് കൃത്യസമയത്ത് എഴുതി തീർത്ത് മുഴുവൻ മാർക്ക് നേടാനുള്ള ആശംസയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, താങ്ക് യു.